ക്ലാസ്സിൽ കലിപ്പുണ്ടാക്കാൻ മാത്രം വാതുറക്കുന്ന ടീച്ചർ. എല്ലാവരും ഇരിക്കും. എന്താണോ തനിക്ക് എണീക്കാൻ ഒരു പ്രയാസം? ക്ലാസ്സിൽ ടീച്ചർ വന്ന് എണീക്കണമെന്ന് അറിയത്തില്ലേ? ഇല്ല ടീച്ചർ, ഞാൻ എണീച്ചായിരുന്നു. ആ ഇരിക്കും. ഡിസിപ്ലിൻ എന്താന്ന് പോലും അറിയത്തില്ല ഒരു തരക്കും. താനെന്തോടോ റിബൺ കെട്ടാനേ? ഈ സ്കൂളിന് ഒരു ചിട്ടയുണ്ട്, അതനുസരിച്ച് വരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ താനൊക്കെ വന്നാൽ മതി. രാവിലെ ഒരുങ്ങിക്കിട്ട് ഇറങ്ങിക്കോളും എല്ലാണോ? ആ ഓക്കെ, എല്ലാവരും എടുക്കെടുത്ത് ബുക്ക് എടുത്ത്. ഇന്നലെ എവിടെയാണോ പഠിപ്പിച്ച് നിർത്തിയേ? ലാസ്റ്റ് എവിടെയാണ് എത്തിയത്? ഏത് ചാപ്റ്റർ ആയിരുന്നു? ടീച്ചർ എന്നിട്ട് ഹോംവർക്ക്. ആ പറയും പോലെ നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാവരും ചെയ്തായിരുന്നോ? ഹോംവർക്ക് എടുക്കും, എല്ലാവരും ഹോംവർക്ക് എടുക്കും. പിന്നെ ഇത് ഈ കൂട്ടത്തിലെ ഹോംവർക്ക് ചെയ്യാതിരിക്കുന്ന ആൾക്കാരെ ഒന്ന് എഴുന്നേക്കണേ. ഇത്ര പേരെ ചെയ്യാതിരുന്നോളോ? ആ ബാക്കിയുള്ളവരൊക്കെ? ഇയാളുടെ പേരെന്തുവായിരുന്നു? ശിവഗംഗ. താൻ ഹോംവർക്ക് ചെയ്തായിരുന്നോ? ചെയ്തോ? ചെയ്തതായിട്ട് തോന്നുന്നില്ലല്ലോ. ആ ബുക്ക് എടുത്ത ഏത് ലേബറിന്റെ നോക്കി എഴുതിയതാ? ആരാടാ അയാൾക്ക് ഇത് കാണിച്ചു കൊടുത്തേ? ആരും കാണിച്ചു കൊടുത്തതാ? സ്വന്തമായിട്ട് എഴുതിയതാ? ആ എങ്കിൽ ഓക്കെ. നിങ്ങൾ ഈ ക്ലാസ് എന്താ ഇങ്ങനെ നടക്കുന്നേ? ഒരു അച്ചടക്കം ഇല്ലല്ലോ. പഠിക്കാനെന്ന് പറഞ്ഞ് രാവിലെ ഒരുങ്ങി കെട്ടി വരും. ഈ പാൻറ് ടൈറ്റ് അടിക്കുന്നുണ്ടല്ലോ, അതൊന്നും നിർത്തി കേട്ടാ. ഒരു ഡ്രസ്സും ഇവിടെ ആരും യൂണിഫോം ഇട്ടുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ആരും ടൈറ്റ് ആയിട്ട് ഡ്രസ്സ് ഇടേണ്ട ആവശ്യമില്ല. പാൻറ്റൊക്കെ ലൂസാക്കി തന്നെ ഇട്ടാൽ മതി, കോട്ടിനും വേണ്ട. ഒരു വൃത്തി ഇല്ലാണ്ട് കയറി വരും. തല എന്താ കേട്ടോ? ഞാൻ റിബൺ അവിടെ വൈറ്റ് റിബൺ അവിടെ പോയി രണ്ട് സൈഡ് പിന്നിട്ട് റിബൺ കെട്ടണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഐ ഡി കാർഡ് അവിടെ? ഇയാളുടെ ഐ ഡി കാർഡ് അവിടെ ഐ ഡി കാർഡ് അവിടെ? ഐ ഡി കാർഡ് വിടത്തില്ല, റിബൺ കെട്ടത്തില്ല, യൂണിഫോം ടൈറ്റ് അടിക്കുന്നു, ക്ലാസ് ഒരു വൃത്തിയില്ല. നിങ്ങളുടെ ക്ലാസ് എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? ഇങ്ങനെ വന്ന് കയറി കഴിഞ്ഞാൽ സത്യം പറയാലോ പഠിപ്പിക്കാൻ തോന്നത്തില്ല. നിങ്ങളുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലൊരു ക്ലാസ് നിങ്ങളൊന്ന് പഠിച്ചിട്ടും കാര്യമില്ല. എൻ്റെ ഞാൻ സാലറി വാങ്ങുന്നതായിപ്പോയി. എൻ്റെ ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ. ഞാൻ പഠിപ്പിച്ചിട്ട് പോകുന്നു, നിങ്ങൾ വേണമെങ്കിൽ പഠിക്കും. എൻ്റെ ഉത്തരവാദിത്തമായിപ്പോയി ഇത് പഠിപ്പിച്ചിട്ട് പോകാന്നുള്ളത്. വേണമെങ്കിൽ ഒക്കെ പഠിക്കണം. ബുക്ക് എടുക്കും, എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടൊക്കെ പോകും. നീ ഒന്നും ഒരു വായിക്ക് രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. പിന്നെ പഠിക്കണമെങ്കിൽ